ബിജെപിയെ വെല്ലുവിളിക്കാൻ സിപിഎമ്മിൻ തറവാട്ട് ഡിവൈഎഫ്ഐ തറവാട്ട് പെൺകുട്ടിയുടെ തറവാട്ട് ആണായിട്ടും പെണ്ണായിട്ടും ആണായിട്ടും പെണ്ണായിട്ടും ഇല്ല പിറന്നിട്ടില്ല പോകുന്നില്ല ജയ് ബോലോ ഭാരത് മാതാ ബിജെപിയെ വെല്ലുവിളിക്കാൻ സിപിഎമ്മിൻ തറവാട്ട് ഡിവൈഎഫ്ഐ തറവാട്ട് ആണായിട്ടും പെണ്ണായിട്ടും ഇല്ല പിറന്നിട്ടില്ല ഡിവൈഎഫ്ഐ തറവാട്ടിൽ പിടിച്ചവരെ ആണായിട്ടും പെണ്ണായിട്ടും ആരുടെ കാലത്തെ അഭിമാനത്തെ വെല്ലുവിളിച്ച ഏത് ശക്തികളായാലോ പോരാട്ടോ പോരാട്ടത്തിൻ വീതികളെ പണ്ടും നമ്മൾ കണ്ടവരാണ് ഇനിയും തയ്യാറാണ് വാടാ നേർക്കുനേരെ പോലീസിന്റെ കസ്റ്റഡിയിൽ ബിജെപിയെ വെല്ലുവിളിക്കാൻ ഡിവൈഎഫ്ഐ ചട്ടകളെ പണ്ടും നമ്മൾ കണ്ടവരാണ് ഇനിയും തയ്യാറാണ് ജയ് ബോലോ ഭാരത് മാതാ ജയ് ബോലോ ബിജെപി പോലീസിന്റെ സംരക്ഷണേ ഞങ്ങളുടെ പ്രിയ മോഹനന്മാരെ പെട്രോളാണ് ബിജെപി സിപിഎമ്മിൻ തറവാട്ട് ബിജെപിയെ വെല്ലുവിളിക്കാൻ ആണായിട്ടും പെണ്ണായിട്ടും നിങ്ങൾ വളർന്നിട്ടില്ല പോകുന്നില്ല പട്ടിച്ചട്ടകളെ തയ്യാറാണി പ്രസ്ഥാനോ പോരാട്ടത്തിൻ വീതികളിൽ പണ്ടും നമ്മൾ
നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയും തയ്യാറാണ്. ജയ് ബോലോ ഭാരത് മാതാ. ജയ് ബോലോ ഭാരത് മാതാ. ഡിവൈഎഫ്ഐ ചെറ്റകളെ പോലീസിന്റെ മടിയിലിരുന്ന് ഞങ്ങളെ പ്രിയ പ്രവർത്തകരെ തല്ലിച്ചതച്ച ചെറ്റകളെ വാടാം നേർക്കുനേരെ. സമയം പറയൂ. തയ്യാറാണി പ്രസ്ഥാനം. ജയ് ബോലോ ഭാരത് മാതാ. ജയ് ബിജെപി. ബിജെപിയുടെ പ്രതിഷേധം. SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. അതും പോലീസ് സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട്ടെ തെരുവീതികളിൽ ഈ സമരം ആളിപ്പടരും. ഇല്ല നിങ്ങൾക്കാവില്ല. പ്രവർത്തകർ ഇത്തരത്തിൽ അത് പ്രതിഷേധവുമായി രംഗത്തെത്തി. ആ ഘട്ടത്തിൽ SFI പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. തുടർന്നാണ് വി ശിവൻകുട്ടി ഇവിടെ നിന്നും SFIയുടെ പരിപാടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ഈ യുവമോർച്ച പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ BJP മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ ആ പ്രതികളെ പിടികൂടിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ BJP ബിജെപിയുടെ ഭാരതീയ ജനതാ പാർട്ടി നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ 11 മണിക്ക് കിഡ്സൺ കോർണറിൽ മറ്റൊരു പ്രോഗ്രാം നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാമിൽ ഇവിടെ SFIയുടെ ശിവൻകുട്ടി ഇവിടെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ പേരിൽ ഇവിടെ തളിച്ചുകൂടി സംരക്ഷിച്ചിട്ടുള്ള ഇവിടുത്തെ പോലീസുകാർ നമ്മുടെ ഓഫീസിൽ കാപ്പി കഴിക്കാൻ വന്ന പ്രവർത്തകന്മാരെ പിടിച്ചുവെക്കുകയും അവരെ പുറമെയുള്ള SFIയുടെ DYFIയുടെ ക്രിമിനലുകൾ മർദ്ദിച്ചിട്ടുള്ളത്. ഇത് ജനാധിപത്യ കേരളത്തിന് അപമാനമാണ്. കേരളത്തിന്റെ പോലീസ് സേനയ്ക്ക് നാണക്കേടാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP നടന്ന പ്രതിഷേധവും ശിവൻകുട്ടിയുടെ കോലം കത്തിക്കലുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഞങ്ങൾ ആവശ്യപ്പെട്ടു ഈ വർദ്ധിച്ച പ്രവർത്തകന്മാരെ 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവരെ മാതൃകാപരമായി ശിക്ഷിക്കുവാനും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചിട്ടില്ലെങ്കിൽ കോഴിക്കോട് കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. ഈ കോഴിക്കോട്ടെ പോലീസ് അധികാരികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സംസാരിക്കുന്നതിന് വേണ്ടി BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയമാരെ. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും കണ്ടു കാണും. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്ന 5ഓളം ഞങ്ങളുടെ പ്രവർത്തകരെ, കോഴിക്കോട് ACPയുടെ കസ്റ്റഡിയിലുള്ള പ്രവർത്തകരെ, DYFIയുടെ അറിയപ്പെടുന്ന ഗുണ്ടകളെ കൊണ്ടുവന്ന് പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ചിരിക്കുന്നു. ഞങ്ങളിപ്പോ ബഹുമാനപ്പെട്ട ACPയോട് ചോദിച്ചു, നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ അടിച്ചിട്ടുള്ളത്, മർദ്ദിച്ചിട്ടുള്ളത്? ACP അറിയാം. എന്റെ തലക്ക് കൊണ്ടിട്ടുണ്ട്, എന്റെ കഴുത്തിന് കൊണ്ടിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്ന ACPയെ, ഒരു നിയമപാലകനായിട്ടുള്ള ACPയുടെ തലക്ക് അടികൊണ്ടിട്ടുണ്ടെങ്കിൽ, കഴുത്തിന് അടികൊണ്ടിട്ടുണ്ടെങ്കിൽ ജാമ്യമില്ല വകുപ്പ് ചേർത്തുകൊണ്ട് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നട്ടെല്ല് അത് നടുപ്പുറത്ത് തന്നെ ഉണ്ട് എന്ന് ഈ പൊതുസമൂഹത്തോട് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തണം. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വന്നവരെയാ മർദ്ദിച്ചിട്ടുള്ളത്. അങ്ങനെ അങ്ങ് മടങ്ങിപ്പോകാനൊന്നും വന്നവരൊന്നുമല്ല ഞങ്ങൾ. കാരണം ഞങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രിയെ തടയുന്നതിന് വന്നവരായിരുന്നില്ല. ഈ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ ഞങ്ങൾ രാവിലെ അറിയിച്ചത് 11:30 ഈസ്റ്റേൺ കോർണറിൽ ഭാരത് മാതാ പൂജയും ശിവൻകുട്ടിയുടെ കോലം കത്തിക്കലുമുണ്ട്. അതിന് പോകുന്ന പ്രവർത്തകരും ഓഫീസിൽ നിന്ന് പുറത്തു വന്ന പ്രവർത്തകരെയൊക്കെ തന്നെ ഈ തളി ക്ഷേത്രത്തിന് മുന്നിൽ പോലീസുകാരും DYFIക്കാരും ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ അടിച്ചു തീർക്കാനാണെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് പോലീസോട് ഞങ്ങൾ അറിയിക്കാം. കാരണം അതിലൊരു പുത്തരിയൊന്നുമല്ല.
പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഇവിടുത്തെ സ്ഥലം CIയോടും ACPയോടും ഞങ്ങൾ പറയുകയാണ്. ACPയുടെ തലക്കടിച്ചവനെ പോട്ടെ, BJPക്കാരെ പോട്ടെ, ACPയുടെ തലക്കടിച്ചവൻ ഉൾപ്പെടെ 2 പേര് കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ജാമ്യമില്ലാ വകുപ്പിൽ അവരെ നിങ്ങൾ റിമാൻഡിലേക്ക് ആക്കിയിട്ടില്ല എങ്കിൽ ഇതിവിടെ ഒന്നും തീരുന്ന പ്രശ്നമല്ല. ഞങ്ങളുടെ അഭിമാന പ്രശ്നം ഞങ്ങൾ ഓഫീസിൽ നിന്നാണ് അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തിനകം നിങ്ങളത് ചെയ്തിട്ടില്ല എങ്കിൽ അടിച്ച SFIക്കാരനായാലും DYFIക്കാരനായാലും പോലീസിന് നിയമപരമായിട്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ ജനകീയമായിട്ട് നേരിടാൻ, അതിനുള്ള മറുപടി കൊടുക്കാൻ കോഴിക്കോട് BJPക്ക് ഇറങ്ങേണ്ടി വരും. കാരണം നിരപരാധികളായ 5 പേരെ മർദ്ദിച്ചു. ഇപ്പൊ അവരെ ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാൽ പോലീസിനൊരു പ്രശ്നമില്ല. കാരണം എന്താ, ഇവിടെ ശിവൻകുട്ടി, പിണറായി വിജയൻ ഇവരെ സംരക്ഷിച്ചാൽ മതിയല്ലോ. സാധാരണക്കാരന്റെ ജീവൻ അത് പോട്ടെ, സാധാരണക്കാരന്റെ സ്വത്ത് അത് പോട്ടെ. ഞങ്ങൾക്ക് CI ആക്ട് ഇവിടെ തന്നെ തുടരണം. ഞങ്ങൾക്ക് ആജീവാനന്തരം ACP ആക്ട് ഇവിടെ തന്നെ തുടരണം. അങ്ങനെ തുടരണമെങ്കിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും അതേപോലെ തന്നെ മറ്റു ചിലർക്കും നിങ്ങൾ പല അടുക്കളപ്പണി എടുത്തു കൊടുക്കേണ്ടി വരും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു ബാധകമല്ല. ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാ. കോഴിക്കോട്ട് അങ്ങാടിയിൽ പോലീസിന്റെ ഒത്താശയോടുകൂടി പോലീസ് സ്പോൺസർ ചെയ്തിട്ടുള്ള DYFIയുടെ ഗുണ്ടകൾ, അവരുടെ ഫോട്ടോ വീഡിയോ വേണമെങ്കിൽ ACPക്കും CIക്കും അയച്ചു തരാം. ഇന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഏത് നിലപാട് സ്വീകരിക്കണമെന്ന് നല്ലവണ്ണം അറിയാവുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ബഹുമാനപ്പെട്ട ACPയോടും CIയോടും, ജാമ്യമില്ലാ വകുപ്പിൽ ചേർത്തുകൊണ്ട് ഇന്ന് തന്നെ അവർ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കോഴിക്കോട് കണ്ടിട്ടില്ലാത്ത പ്രതിഷേധങ്ങൾ എല്ലാ നിലയിലും കോഴിക്കോട് ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം. വെള്ളം